നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ കൊന്നു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രൻ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണ് എന്നതടക്കമുള്ള നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ആളാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള ഹണി ട്രാപ്പ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണ് ഈ കൊലപ്പെടുത്താനായി കൊണ്ടുപോയത്. 2024 മാർച്ച് 20 വൈകിട്ട് 3 മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്നും ഹേമചന്ദ്രൻ പോയത്. ആ പോക്ക് അദ്ദേഹത്തിന്റെ അവസാന പോക്കായിരുന്നു. സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന് സമീപത്ത് എത്തിക്കുകയായിരുന്നു ഹേമചന്ദ്രനെ. അതിനുശേഷം 2 പേർ വന്ന് ഹേമചന്ദ്രനെ കാറിൽ കൊണ്ടുപോയി. സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഹേമചന്ദ്രനെ വയനാട്ടിലെ ഒളിത്താവളത്തിൽ എത്തിച്ച് മർദ്ദിച്ചു. ഇതേ തുടർന്ന് തീർച്ചയായും മർദ്ദനം കിട്ടുമ്പോൾ ഒരു അവശനിലയിലായ ഹേമചന്ദ്രനെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ പിടിയിലായവർ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പിറ്റേ ദിവസം മുറിയിലെത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ചതായി കണ്ടു. ഇതോടെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിലെത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. പെണ്ണിനെ കൊണ്ട് വിളിപ്പിക്കുന്നു, കാറിൽ കൊണ്ടുപോകുന്നു, ഉപദ്രവിക്കുന്നു, അതിനിടയിൽ മരിക്കുന്നു. ക്രൂരമായ കൊലപാതകം. സുൽത്താൻ ബത്തേരിയിലും പരിസരങ്ങളുമായി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിരുന്ന വ്യക്തിയാണ് ഹേമചന്ദ്രൻ. മാത്രമല്ല, വിവാഹത്തിന് ശേഷമാണ് ഇദ്ദേഹം വാടക വീടെടുത്ത് കോഴിക്കോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പരേതരായവരാണ്. ഏറ്റവും നിർണായകമായത് അദ്ദേഹത്തിന്റെ ഫോണാണ്. പോലീസിന്റെ കേസ് അന്വേഷണം ഏത് വഴിക്ക് പോകും? തീർച്ചയായിട്ടും അതെല്ലാം മനസ്സിലാക്കി ഒരു മുഴ മുന്നേ എറിഞ്ഞായിരുന്നു പ്രതികളുടെ നീക്കം. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ തെളിവുകൾ ഇല്ലാതാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ ചെയ്തു. മുഖ്യപ്രതി നൌഷാദും കൂട്ടാളികളും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിയത്. പക്ഷെ അതെല്ലാം അവർക്ക് വിനയായി മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നിർണായകമായത് കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ ഫോൺ മാസങ്ങളോളം ആക്റ്റീവായി നിലനിർത്തിയതാണ്. തട്ടിക്കൊണ്ടുപോയ റൂട്ട് തന്നെ തെറ്റിക്കാൻ ആദ്യഘട്ടം മുതൽ ആസൂത്രിത നീക്കങ്ങളാണ് പ്രതികൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പ്രതികൾക്ക് പിഴച്ചു. ഫോൺ ഒരു വഴിക്കും ഹേമചന്ദ്രൻ മറ്റൊരു വഴിക്കും നീങ്ങി. ഈ ഫോണിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിക്ഷതയുൾപ്പെടെ പല ഫോണുകളിലേക്ക് വിളിച്ചിരുന്നു. സന്ദേശങ്ങൾ വന്നു. പല സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഹേമചന്ദ്രൻ പലപ്പോഴായി മുൻപ് പോയിട്ടുള്ള റൂട്ടുകളിലൂടെ ഫോൺ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പലപ്പോഴും വീട്ടിലേക്ക് വിളിച്ച് അവ്യക്തമാകാത്ത രീതിയിൽ സംസാരിച്ചിരുന്നു. അതായത് ഇതെല്ലാം പ്രതികൾ ചെയ്തതാണ് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അതെല്ലാം തിരിച്ചടിയായി ബൂമറാങ് പോലെ പ്രതികൾക്കെതിരെയായുള്ള കാര്യമായി മാറുകയായിരുന്നു. ഇത്തരത്തിൽ ഒരിക്കൽ വിളിച്ച കോളാണ് വഴിത്തിരിവിലേക്ക് എത്തിച്ചത്. അതായത് കൊലപാതകം പുറം ലോകം അറിയുന്ന തരത്തിലേക്ക് എത്തിച്ചത് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വിളിയായിരുന്നു. വിളിച്ച കോളിലെ ശബ്ദം അച്ഛൻ്റേതല്ലെന്ന് മകൾ പറഞ്ഞു. ഇതോടെയാണ് പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പോലീസിന് മനസ്സിലായത്. പ്രതികളിൽ ഒരാൾ മൈസൂരിൽ നിന്ന് ഹേമചന്ദ്രന്റെ മകളെ വിളിച്ച് സംസാരിച്ചു. ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. സൈബർ അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. ഹേമചന്ദ്രൻ ഒട്ടേറെ ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായും അതുകൊണ്ട് തന്നെ പണം കടം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്ന സംശയവും ശക്തമായി. പണം കൊടുക്കാനുള്ളവരിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ അധികം രൂക്ഷമായിരുന്നു. ഇത് കാരണം മാറി നിൽക്കുകയാണെന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ പ്രാഥമിക നിഗമനമൊക്കെ ആ രീതിയിലായിരുന്നു. ഈ കടക്കാരുടെ ശല്യം കൊണ്ട് മാറി നിൽക്കുകയാണോ, കുറച്ചു കാലം കഴിയുമ്പോൾ വരുമായിരിക്കും എന്നതടക്കമുള്ള നിഗമനത്തിലായിരുന്നു. കാരണം അത്തരത്തിലായിരുന്നു ഈ ഫോൺ ഉപയോഗിച്ച് പ്രതികൾ ആ ഒരു പ്രതീതി സൃഷ്ടിച്ചത്. ഹേമചന്ദ്രനെ വനത്തിലെ ചതുപ്പിൽ നിന്ന് മണ്ണ് നീക്കി പുറത്തെടുക്കുന്നതുവരെ അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടിയാണ് കടന്നുപോയത്. പ്രതികളിൽ നിന്ന് കിട്ടിയ മൊഴി സത്യമല്ലാതാകുമോ എന്ന ഒരു ആശങ്ക അന്വേഷണ സംഘത്തിന് ശക്തമായിരുന്നു. കാരണം നേരത്തെ പല ഘട്ടങ്ങളിലും അന്വേഷണം വഴിതിരിച്ചു വിട്ടവരാണ് പ്രതികൾ. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ഇവർ പറഞ്ഞെടുത്ത് തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ? ഈ പ്രതികൾ ഇതെല്ലാം സമ്മതിക്കുന്നുവെങ്കിൽ പോലും മൃതദേഹം കണ്ടെത്തുക എന്നത് വളരെ വലിയൊരു കേസിലെ നിർണായക ഘട്ടമാണല്ലോ. അപ്പോൾ പ്രതികൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നതടക്കമുള്ള ആശങ്ക പോലീസിനുണ്ടായിരുന്നു. ഈ പ്രതികൾ പറഞ്ഞ അനുസരിച്ച് മൃതദേഹം പറഞ്ഞെടുത്ത് ഇവർ എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഹേമചന്ദ്രന്റെ മൃതദേഹം തന്നെയാണ് കിട്ടിയത്. സംശയങ്ങളുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് പ്രതി അജീഷ് എന്ന അപ്പു ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മണ്ണ് മാന്തി ഉപയോഗിച്ച് കിടങ്ങെടുത്തപ്പോൾ കാര്യമായി അഴുകാത്ത മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഈ വനഭൂമിയിലെ തണുപ്പാണ് മൃതദേഹം ഇത്തരത്തിൽ അഴുകാതിരിക്കാൻ ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനമായിരിക്കുന്നത്. പ്രധാന റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം വനത്തിനുള്ളിൽ 4 അടിയോളം താഴ്ചയിലായിരുന്നു മൃതദേഹം കണ്ടത്. അത്തരത്തിലായിരുന്നു ഈ പ്രതികൾ എല്ലാവരും കൂടി ചേർന്ന് ഈ മൃതദേഹം കുഴിച്ചിട്ടത്.
എന്തായാലും ഹേമചന്ദ്രൻ്റെ വധം അല്ലെങ്കിൽ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്ന വിവരം അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ആകാതെ ആയിരിക്കുകയാണ് ഹേമചന്ദ്രൻ്റെ കുടുംബം. ഈ കേസിൽ ഏറ്റവും വഴിതിരിവായത് തമിഴ്നാട്ടിലെ വനത്തിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത വിവരം ദൃശ്യമാധ്യമങ്ങളുടെ നാടറിഞ്ഞതാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാണ്, അതായത് നാട്ടുകാർ അറിഞ്ഞു, വാർത്തകളിലൂടെ വിവരം പുറത്തു വരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഭാര്യ സുഭിഷ ഈ വിവരം അറിയുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ നടുങ്ങി. നമുക്ക് ചിന്തിക്കാവുന്നതുള്ള ഏത് മാനസികാവസ്ഥയിലായിരിക്കും അവർ എന്നത്. കോട്ടൂളിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയി തിരിച്ച് മായനാട് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് ഒരു ബന്ധു വിളിച്ച് ഈ കാര്യം ഈ ഭാര്യ സുഭിഷയോട് അറിയിക്കുന്നത്. അപ്പോഴും ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടെന്ന് സുഭിഷയ്ക്ക് മനസ്സിലായില്ല. അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായില്ല വീട്ടമ്മയ്ക്ക്. ഹേമചന്ദ്രന്റെ വാർത്ത TV ന്യൂസിൽ ഉണ്ട് എന്ന് മാത്രമായിരുന്നു ബന്ധു സുഭിഷയോട് പറഞ്ഞത്. മറ്റെന്തോ വാർത്തയായിരിക്കാം എന്നായിരുന്നു സുഭിഷ കരുതിയത്. സന്ധ്യയുടെ മക്കളായ അമൃതയും വൃന്ദയും അമൃതയുടെ ഭർത്താവ് ബനിലും അവരുടെ കുടുംബാംഗങ്ങളും എത്തി. പിന്നാലെ പോലീസും കൂടി എത്തിയപ്പോഴാണ് സുഭിഷ ഈ നടക്കുന്ന വിവരം മനസ്സിലാക്കുന്നത്. വയനാട് UP സ്കൂളിന് സമീപം ഓടുമേഞ്ഞൊരു വാടക വീട്ടിലാണ് സുഭിഷയും മകൾ വൃന്ദയും താമസിക്കുന്നത്. മൂത്ത മകൾ അമൃത വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലായിരുന്നു. വൃന്ദയുടെ നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ടാണ് ഹേമചന്ദ്രനും സുഭിഷയും കോഴിക്കോട്ടെത്തി വാടക വീടെടുത്തത്. നേരത്തെ മുണ്ടിക്കൽ താഴത്തെ ഒരു വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കർണാടകത്തിലെ എസ്റ്റേറ്റിലാണ് ഹേമചന്ദ്രന് ജോലി എന്നായിരുന്നു വീട്ടുടമയോട് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വല്ലപ്പോഴുള്ള വരവും പോക്കും ഒരു സംശയവും നാട്ടുകാരിൽ ഒരു സംശയത്തിന് ഇടയാക്കിയിരുന്നില്ല. 2024 മാർച്ച് 20 വൈകിട്ട് 3 മണിയോടെയാണ് ഹേമചന്ദ്രൻ മായനാട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രാത്രി മടങ്ങി വരാത്തതിനെ തുടർന്ന് കുറെ തവണ ഫോണിൽ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. പിറ്റേന്ന് ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടി. നൌഷാദ് തന്നെ ഒരിടത്ത് പൂട്ടിയിട്ടു, കുറെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഉണ്ടായത്. ഫോൺ കട്ടായി. പിന്നീട് വിളിച്ചപ്പോൾ നൌഷാദ് ഫോൺ എടുത്തു. തനിക്ക് ഹേമൻ തരാനുള്ള പണം തന്നില്ലെങ്കിൽ അവനെ മറന്നേക്കൂ എന്നാണ് ഈ കോളിലൂടെ ഈ ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷയോട് പ്രതികൾ പറഞ്ഞത്. എന്തായാലും ഹേമനെ കൊലപ്പെടുത്തി എന്ന വാർത്ത ആ വീട്ടുകാർക്ക് ഇതുവരെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിർണായകമായത് സ്ഥലമാറ്റ ഉത്തരവ് വന്നിട്ട് ദിവസങ്ങളായെങ്കിലും മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷിനെ മാറ്റാതിരുന്നത് ഹേമചന്ദ്രൻ തിരോധന കേസിൽ നിർണായക തെളിവ് കിട്ടിയതിനാലാണ്. ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ദിവസം മുൻപ് പ്രതികളായ അജേഷിനെയും ജ്യോതിഷിനെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് വനത്തിനുള്ളിൽ മണ്ണ് നീക്കി പരിശോധിക്കുന്നതിലേക്ക് നയിച്ചതും മൃതദേഹം കണ്ടെത്താൻ സഹായകമായതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.